ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്കിടെ 2 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി റഷീദ്, മായന്നൂർ സ്വദേശിനി കോമളവല്ലി എന്നിവർക്കാണ് കടിയേറ്റത്. മണിക്കൂറുകൾക്കുള്ളിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച തെരുവ് നായയെ പിടികൂടി. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് മുകളിൽ വെച്ചാണ് കടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി റഷീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റഷീദിന് കാലിനും 2 കൈകൾക്കും നെഞ്ചിനും കഴുത്തിലും കടിയേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. തെരുവ് നായയുടെ ആക്രമണത്തിൽ മായന്നൂർ സ്വദേശി കോമളവല്ലിക്ക് കാലിനാണ് കടിയേറ്റത്. മറ്റൊരു വയോധികയെ കടിക്കാൻ ശ്രമിച്ച ശേഷം തിരിഞ്ഞോടിയ നായ കോമളവല്ലിയെയാണ് കടിച്ചത്. പേയിളകിയ നായയാണോ ആക്രമിച്ചതെന്ന സംശയത്തിലാണ് പ്രദേശവാസികൾ. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ആളുകളെ ആക്രമിച്ച തെരുവ് നായയെ പിടികൂടി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമകാരിയായ തെരുവ് നായയെ പിടികൂടിയത്. സർക്കാർ വകുപ്പുകളുടെ അവസരോചിതമായ ഇടപെടലിന് പ്രദേശവാസികൾക്ക് വേണ്ടി PMA ജലീൽ നന്ദി രേഖപ്പെടുത്തി. പ്രഭാത സവാരിക്കിറങ്ങിയ 2 പേരെ വളരെ മൃഗീയമായിട്ട് തന്നെയാണ് തെരുവുനായ്ക്കളെ ആക്രമിച്ചത്. ആളുകൾ അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ തെരുവുനായ പരിസരത്തൊക്കെ ഭീതി പരത്തുകയും മറ്റും നായ്ക്കളെ കടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡോഗ് പിടിക്കുന്ന ആളുകൾ എത്തുകയും ബഹുമാനപ്പെട്ട തഹസിൽദാറും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവസരോചിതമായ രൂപത്തിൽ അതിനെ പിടിക്കാനുള്ള സഹായം ചെയ്തിരുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവരോട് നന്ദി പറയുന്നു. നന്ദി.